മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഹാസ്യ നടൻ തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജന് സിനിമയ്ക്കകത്ത് നല്ല സൗഹൃദമുണ്ട് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ധർമ്മജനും പിഷാരടിയും തമ്മിലുള്ള സൗഹൃദമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഹാസ്യ നടന്മാരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക. ഇപ്പോഴിതാ ധർമ്മജൻ്റെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോൾ ദിലീപിനെക്കുറിച്ചും അതിനിടയിൽ പറയുകയാണ്. ധർമ്മജൻ ഒരു സമയത്ത് നല്ലൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനം കാരണം തൻ്റെ ജീവിതവും കുടുംബവും പോലും നശിക്കുമെന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ അതിൽ നിന്നൊക്കെ തന്നെ വേർപെട്ട് നിൽക്കുകയാണ് എന്ന് ധർമ്മജൻ തന്നെ പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു. മദ്യപാനം ഉപേക്ഷിച്ചതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കൂടിയാണ് ദിലീപ് എന്ന് പറയുന്നു. എൻ്റെ നിലപാടുകളുടെ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത്. ദിലീപിൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ പോയി കരഞ്ഞത് എൻ്റെ ഇമോഷണലായി സംഭവിച്ച കാര്യമാണെന്നുൾപ്പെടെ പലരും പറയുന്നുണ്ട്. അത് എൻ്റെ മദ്യപാനവുമായി കൂട്ടിക്കലർത്തിപ്പോലും പലരും സംസാരിച്ചിരുന്നു. ഞാൻ മദ്യപാനി ആയതുകൊണ്ട് ഞാൻ മോശം വ്യക്തിയാണെന്നും അതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ പിന്തുണയ്ക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം അന്ന് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത് എന്നറിയില്ല. ഞാനിവിടെ പുറത്ത് മതിലിന് പെയിൻ്റ് അടിച്ചിരിക്കുമ്പോഴാണ് നാദിർഷ ദിലീപ് പുറത്തിറങ്ങിയെന്ന് വിളിച്ചു പറയുന്നത്. ഞാൻ അപ്പോൾ തന്നെ ഡ്രസ്സിട്ട് 2 അടിച്ചിട്ടാണ് പോയത്. ഞാൻ സമ്മതിച്ചു. അതൊന്നും പറയാൻ എനിക്ക് മടിയില്ല. അതിൽ വ്യത്യാസം വരുത്തിയിട്ടുമില്ല. മദ്യപാനം ഇപ്പോൾ നിർത്തി. വേണ്ട എന്ന് വെക്കേണ്ട സാഹചര്യം വരുമല്ലോ, അപ്പോൾ നിർത്തിയതാണ്. കുറച്ച് നല്ല ആൾക്കാർ ഞാൻ നന്നാകണമെന്ന് വിചാരിക്കുന്ന കുറച്ച് പേർ പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി. ദിലീപേട്ടൻ്റെ അഭിനയ മികവിനെ ചോദ്യം ചെയ്യാൻ ഒരാളും ഇവിടെ നിൽക്കണ്ട. നല്ല സിനിമയാണെങ്കിൽ ഇവിടെ വിജയിക്കും. കുറ്റാരോപിതൻ മാത്രമായിരുന്നു. ഇപ്പോൾ പുള്ളി കുറ്റവിമുക്തനായി. പുള്ളി പ്രതിയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞൊക്കെ തന്നെയും അദ്ദേഹം പുറത്തു വന്നിട്ടുമുണ്ട്. ഒരു 7ാം പ്രതിക്ക് ലഭിക്കേണ്ട കാര്യങ്ങളല്ല അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹമാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന രീതിയിൽ തന്നെയാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ തെളിവുകളില്ല. തെളിവുകളെല്ലാം കോടതിയിൽ എല്ലാം ശൂന്യമായി പോയി. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നത് തന്നെ കൃത്യമായി പറയാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ ബുദ്ധിയിലൂടെ ഇട്ട് നോക്കിയാൽ മതി. ഇത് മനസ്സിലാകുമെന്ന് ധർമ്മജൻ പറയുന്നു. അതാണ് ധർമ്മജൻ്റെ വാക്കുകൾ. ഒരു സമയത്ത് നല്ല മദ്യപാനം ഉണ്ടായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിലീപിനെ കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. നല്ല സന്തോഷത്തിലാണ് ഞാൻ നിന്നത്. കാരണം ദിലീപ് ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും കുറ്റവിമുക്തനാണ് എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് ഉടൻ പറയുമെന്നുമുള്ള പ്രതീക്ഷകളായിരുന്നു എനിക്ക്. അത് തന്നെയാണ് 2 അടിച്ച് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകാൻ എനിക്ക് മനസ്സുണ്ടായതെന്നും ധർമ്മജൻ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.